എം.ആർ. അജിത് കുമാറിനെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട എൽ.ഡി.എഫിലെ ഘടകകക്ഷികൾ നിരന്തരം എടുത്ത നിലപാട് എന്ന് പറയുന്നത് അത് മുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് തുറന്നു പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എം.ആർ. അജിത് കുമാർ അവിടെ തുടരരുത് എന്നുള്ളത് തന്നെയായിരുന്നു. CPI അത് ശക്തമായി ഉന്നയിക്കുന്നു, RJD അത് ശക്തമായി ഉന്നയിക്കുന്നു. RJD സെക്രട്ടറി ജനറൽ ശ്രീ വർഗീസ് ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വർഗീസ് ജോർജ്, നിരന്തരമായി ഘടകകക്ഷികളെല്ലാം ആവശ്യപ്പെട്ട ഒരു തീരുമാനം കൂടി അംഗീകരിക്കപ്പെടുകയാണ്. CPI നേതാവ് ശ്രീ ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം വിളിച്ചത് LDF-ന്റെ വിജയമാണ് എന്ന് പറയുന്നു. ADGP-ക്കെതിരായ നിലപാടിനെ എങ്ങനെയാണ്, അങ്ങയുടെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? സ്വാഗതം ചെയ്യുന്ന മാധു, ഇത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വളരെ മുന്നറിയിപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയം തന്നെയാണ് ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ ഈ വസ്തുത ഉന്നയിച്ചപ്പോൾ ആ സമയത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലയിൽ അപ്പോൾ തന്നെ തീരുമാനം എടുക്കാമായിരുന്നു. അതുകൊണ്ട് ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടി ഇതൊരു പാഠമാണ്. മുന്നണിയിലെ ഘടകകക്ഷികൾ ഗൗരവമായി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ സാങ്കേതികമായ ന്യായങ്ങൾ പറഞ്ഞ് അതിനെ അവഗണിക്കാൻ പാടില്ല. എപ്പോഴും വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചു, അതിന്റെ പേരിൽ നടപടി വന്നു എന്നതിനേക്കാൾ രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ മുന്നണിക്ക് കൂടുതൽ ഐക്യവും ദൃഢതയും കൈവരുമായിരുന്നു. വളരെ സംസാരിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ഈ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ PV അൻവർ ഇത്രത്തോളം പ്രകോപിതനാകുമായിരുന്നോ എന്നുള്ളതൊരു ചോദ്യം, ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യം, മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷത്തിന് ആവർത്തിച്ച് വിമർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നോ എന്ന പ്രശ്നം, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് എന്നുള്ള ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം ഉയർത്തിയ ഒരു ചോദ്യമാണിത്. എന്നിട്ട് എന്തുകൊണ്ട് ഒരു വർഷം മുമ്പ് സർക്കാരിന് മുന്നിൽ വന്ന വിവരമായിട്ടും അതിൽ അന്വേഷണവും നടപടിയും ഉണ്ടായില്ല? ശരിയാണ്, ക്രിമിനൽ നടപടിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടിയല്ല ആവശ്യം, ചട്ടലംഘനമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ശ്രീ പ്രകാശ് ബാബു. രാഷ്ട്രീയമായ നിലപാട് എന്താണ്? അങ്ങനെ അത്തരത്തിൽ കടകം പറഞ്ഞിട്ടുണ്ടോ? ആ നിലപാടിന് അയവ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിന് സർക്കാർ 32ാമത്തെ ദിവസം മറുപടി പറഞ്ഞിരിക്കുന്നു. ADGP എം.ആർ. അജിത് കുമാർ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു.